മലയാള സിനിമാ വ്യവസായത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഹിറ്റുകളുടെ അഭാവമാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് സിനിമ വൻ മുതൽമുടക്ക് ആവശ്യമുള്ള വ്യവസായമായി പരിണമിച്ചിരുന്ന കാലത്ത് മലയാള സിനിമയും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല. നിലവിൽ ഒരു ലോ ബജറ്റ് സിനിമയ്ക്ക് പോലും 3 കോടി മുതൽ 7 കോടി വരെ മൂലധനം ആവശ്യമായി വരുന്നുണ്ട്. ചെറിയ താരങ്ങളുടെ പോലും ഉയർന്ന പ്രതിഫലവും സാങ്കേതിക പ്രവർത്തകരുടെ ശമ്പള വർധനയിൽ വന്ന ഗണ്യമായ മാറ്റങ്ങളും അടക്കം നിർമ്മാണ ചെലവ് കുത്തനെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രം സാമ്പത്തികമായി ലാഭം നൽകണമെങ്കിൽ തിയേറ്ററുകളിൽ നിറഞ്ഞോടണം. ചിത്രം നിറഞ്ഞോടണമെങ്കിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് സിനിമകൾക്ക് ചെയ്യാനാവുക. 2024 ഫെബ്രുവരി മാസം മലയാള സിനിമയ്ക്ക് ഭാഗ്യമാസമായി മാറുകയാണ്. 4 സൂപ്പർ ഹിറ്റുകളാണ് ഈ മാസം തിയേറ്ററുകളിലെത്തിയത്. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത 200-ലധികം സിനിമകളിൽ ഹിറ്റുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമകളുടെ എണ്ണം 10-ൽ താഴെ മാത്രമാണെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോഴാണ് ഫെബ്രുവരി മാസം മാത്രം അടുപ്പിച്ച് 4 സൂപ്പർ ഹിറ്റുകൾ. അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിൽ എടുക്കാനും ഒന്നുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ല സേന. പ്രേമം മനുഷ്യന്റെ അന്തം മാത്രമല്ല, പിന്നെ മണ്ടനും കൂടിയാക്കും. ഇത് കരുക്കള്, ഇത് രണ്ടും പകിട. എറിയുമ്പോ വീണെണ്ണം നോക്കി കരു നീക്കണം. ടൊവിനോ തോമസിന്റെ കുറ്റാന്വേഷണ ത്രില്ലർ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയാണ് ഫെബ്രുവരിയിൽ ആദ്യം തിയേറ്ററുകളിലെത്തിയത്. പിന്നീട് പ്രേമലുവിന്റെ വരവ്. ഭ്രമയുഗം കൂടി വന്നതോടെ ബോക്സ് ഓഫീസിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഈ 3 സിനിമകൾ കൂടി ഇതുവരെ തിയേറ്ററുകളിൽ നിന്ന് വാരിയത് ഏകദേശം 100 കോടി രൂപയാണ്. ഈ നേട്ടത്തിന് തൊട്ടു പിന്നാലെയാണ് മഞ്ഞുമൽ ബോയ്സുമായി യുവനിരയും കൂടിയെത്തിയത്. മഞ്ഞുമലും സൂപ്പർ ഹിറ്റ് ആയതോടെ തിയേറ്ററുകൾ ജനസാഗരങ്ങളായി മാറിക്കഴിഞ്ഞു. ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത അന്വേഷിപ്പിൻ കണ്ടെത്തും ഒരു ത്രില്ലർ ജോണറിലുള്ള ചിത്രമായിരുന്നു. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത പ്രേമലു എല്ലാത്തരം പ്രേക്ഷകരെയും ആകർഷിക്കുന്ന തരം സിനിമയായിരുന്നു. യുവത്വത്തിന്റെ ആഘോഷമായി എത്തിയ ചിത്രം തിയേറ്ററുകളെ ഇളക്കിമറിച്ചു. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്തെത്തിയ മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഡാർക്ക് ഫാന്റസി ഹൊറർ ത്രില്ലറായിരുന്നു. മമ്മൂട്ടിയുടെ വേറിട്ട വേഷവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരീക്ഷണവുമെല്ലാം പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഒടുവിലെത്തിയ ചിദംബരത്തിന്റെ മഞ്ഞുമൽ ബോയ്സ് ഒരു സർവൈവർ ത്രില്ലർ ജോണറിലുള്ള ചിത്രമാണ്. മഞ്ഞുമലും മികച്ച സ്വീകാര്യത നേടിയതോടെ ഫെബ്രുവരി അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയെ സംബന്ധിച്ച് ഫാബുലസ് ഫെബ്രുവരിയായി. ഏറെക്കുറെ ഒരേ സമയത്ത് റിലീസ് ചെയ്യപ്പെട്ടിട്ടും തിയേറ്ററുകൾ നിറച്ചാണ് ചിത്രങ്ങൾ ഓടുന്നത്. സാധാരണഗതിയിൽ ഒരു പടം മേജർ ഹിറ്റായാൽ അതിനോടനുബന്ധിച്ച് റിലീസ് ചെയ്യപ്പെടുന്ന സിനിമയ്ക്ക് കാര്യമായി കളക്ഷൻ ലഭിക്കാറില്ല. ഉയർന്ന ടിക്കറ്റ് നിരക്കും മറ്റും മൂലം എത്ര നല്ലതെങ്കിലും എല്ലാ സിനിമയും കാണാൻ സാധാരണക്കാരായ പ്രേക്ഷകർക്ക് കഴിയാത്തതും സമയക്കുറവും മറ്റും ഇതിന്റെ കാരണമായി പറയപ്പെടുന്നു. പലപ്പോഴും കോമ്പറ്റീഷൻ ഭയന്ന് പല പടങ്ങളുടെയും റിലീസ് മാറ്റിവെക്കാറുമുണ്ട്. എന്നാൽ ഈ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഒന്നും തന്നെ 2024 അഭിമാനമായ ഈ സിനിമകളെ ബാധിച്ചിരുന്നില്ല. 4 സിനിമകളും കേരളത്തിലെമ്പാടും ഹിറ്റാണ്. അന്യസംസ്ഥാനങ്ങളിലും രാജ്യത്തിനു പുറത്തും ഈ സിനിമകൾ വിജയഗാഥ രചിക്കുന്നു. 4 വ്യത്യസ്ത ജോണറുകളിലുള്ള ഈ സിനിമകൾക്ക് ഒരു തരത്തിലും സമാനതകളില്ല എന്നതാണ് മറ്റൊരു സവിശേഷത. ബോളിവുഡിലും തമിഴിലും തെലുങ്കിലും നിർമ്മാതാക്കളും താരങ്ങളും ബോക്സ് ഓഫീസ് ഹിറ്റുകൾക്കായി പാടുപെടുമ്പോൾ ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഈ നേട്ടം അഭിനന്ദനാർഹമെന്ന് പറയാതെ വയ്യ. സാധാരണ ഏത് പുതുവർഷത്തിന്റെയും ആദ്യപാദത്തിൽ ഒരു ഹിറ്റ് ഉണ്ടാകും. പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷമാവും അടുത്ത ഹിറ്റ് സംഭവിക്കുക. അതിനിടയിൽ വിരസമായ സിനിമകളുടെ ഒരു ഘോഷയാത്ര തന്നെ സംഭവിച്ചിരിക്കും എന്നതാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി മലയാള സിനിമയുടെ ദുരവസ്ഥ. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളും പാടെ അട്ടിമറിച്ചുകൊണ്ട് 2024 പുതിയ വിജയത്തിളക്കത്തിന്റെ കഥ പറയുകയാണ്. ഇനിയുള്ള മാസങ്ങളിലും ഈ വിജയഗാഥ തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.